ഓം ശാന്തി. ഞാൻ ഒരു ബിന്ദു സ്വരൂപമായ ആത്മാവാണ്. ഞാൻ ഭാഗ്യശാലി ആത്മാവാണ്. സ്വയം ഭഗവാൻ എന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ്. സ്വയം ഭാഗ്യവിധാതാവായ ബാബ എന്നെ തൻ്റെ മടിയിൽ എടുത്തിരിക്കുകയാണ്. ബാബ എൻ്റെ കയ്യിൽ ഒരു സുന്ദരമായ തിളങ്ങുന്ന പേന നൽകിക്കൊണ്ട് ബാബ തൻ്റെ കൈകൊണ്ട് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബാബ പറയുകയാണ്, കുഞ്ഞേ, ഇപ്പോൾ നിനക്ക് നിന്റെ ശ്രേഷ്ഠമായ ഭാഗ്യം എത്ര നീട്ടി വരയ്ക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രയ്ക്കും വരയ്ക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ ഭാഗ്യരേഖ നിനക്ക് മുഴുവൻ കൽപ്പത്തിലേക്കും ഉപകാരപ്രദമാക്കും. ബാബയുടെ കയ്യും കോട്ടിലൂടെ ഞാൻ ശ്രേഷ്ഠമായ ഭാഗ്യത്തിൻ്റെ വളരെ വലിയ നീണ്ട വര വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിശ്രേഷ്ഠമായ ഭാഗ്യശാലി ആത്മാവാണ്. ഭാഗ്യവിധാതാവായ ബാബ ഭാഗ്യശാലിയായ എന്നെ നോക്കിക്കൊണ്ട് പുഞ്ചിരിക്കുകയാണ്. കാരണം മുഴുവൻ കാലചക്രത്തിലും ബ്രാഹ്മണ ആത്മാവായ എന്നെപ്പോലെ ഭാഗ്യശാലി വേറെ ആരും തന്നെയില്ല. സ്വയം ഭാഗ്യവിധാതാവ് എന്നെ ശ്രേഷ്ഠമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കണ്ണുകളിൽ സ്നേഹവും ശക്തിയും, നാവിൽ മധുരവും ശ്രേഷ്ഠമായ വാക്കുകളും, ചുണ്ടുകളിൽ ആത്മീയ പുഞ്ചിരിയും ആത്മീയ സന്തോഷവും, ഹൃദയത്തിൽ ദിലാരാമൻ്റെ സ്നേഹവും, കൈകളിൽ സർവഗജനാക്കളെ കൊണ്ടുള്ള സമ്പന്നതയും, ഓരോ ചുവടിലും കോടികളുടെ പ്രാപ്തിയും തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ശ്രേഷ്ഠവും പൂജ്യനുമായ ആത്മാവാണ്. ദേവ ആത്മാവാണ്. എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യവും ശ്രേഷ്ഠമായ സംസ്കാരവും സദാ ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ ഒരു പ്യൂപ്പ, അതായത് പുഴു, പൂമ്പാറ്റയുടെ രൂപത്തിലേക്ക് സദാകാലത്തേക്കായി പരിവർത്തനം ചെയ്യുന്നത്, അതേപോലെ എൻ്റെ മുഴുവൻ പഴയ സംസ്കാരവും പഴയ സ്മൃതികളും സമാപ്തമായി സദാകാലത്തേക്ക് ശ്രേഷ്ഠമായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പുരുഷാർത്ഥവും സ്വതവേയും സഹജവും തീവ്രതയോടുകൂടിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശ്രമത്തിൻ്റെ പുരുഷാർത്ഥം ഇപ്പോൾ സമാപ്തമായിരിക്കുന്നു. വർത്തമാന സംഗമയുഗത്തിൻ്റെ പ്രാപ്തികളുടെ പ്രാലബ്ധം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സർവശക്തികളാൽ സമ്പന്നമാണ്. സർവജ്ഞാനത്താൽ സമ്പന്നമാണ്. സർവവിഘ്ന വിനാശക മൂർത്തിയാണ്. ഈ പ്രാലബ്ധത്തെ സദാ അനുഭവം ചെയ്യുന്നതിന് വേണ്ടി, പുരുഷാർത്ഥം സഹജമാക്കുന്നതിന് വേണ്ടി ബാബ്ദാദ എനിക്ക് വേണ്ടി ഒരു അത്ഭുതകരമായ സഹജമായ വിധി പറഞ്ഞു തരികയാണ്. കുഞ്ഞേ, നീ ഇപ്പോൾ മാസ്റ്റർ ദാതാവായി മാറും.
ബാബയിൽ നിന്നും നേടിയിരുന്നു നീ, വീണ്ടും നേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആത്മാക്കളിൽ നിന്നും എടുക്കുന്നതിൻ്റെ ഭാവന വയ്ക്കരുത്. ഞാൻ ആത്മാവ് മാസ്റ്റർ ദാതാവിൻ്റെ സ്വരൂപമാണ്. ആര് എങ്ങനെയുള്ളവരായിക്കോട്ടെ, പരിവർത്തനം വന്നോ ഇല്ലയോ, എനിക്ക് അവരിൽ നിന്നും എടുക്കുന്നതിൻ്റെ ഭാവന ഉപേക്ഷിക്കുക തന്നെ വേണം. എനിക്ക് ദാതാവാകുക തന്നെ വേണം. എനിക്ക് എന്നിൽ പരിവർത്തനം കൊണ്ടുവരിക തന്നെ വേണം. എനിക്ക് തന്നെ ആദ്യം ചെയ്യണം. എനിക്ക് വൈബ്രേഷൻ കൊടുക്കണം. എനിക്ക് ദയാഹൃദയമുള്ളവനായി മാറണം. എനിക്ക് ഗുണങ്ങളുടെ സഹയോഗം കൊടുക്കുക തന്നെ വേണം. എനിക്ക് ശക്തികളുടെ സഹയോഗം നൽകുക തന്നെ വേണം. ഞാൻ മാസ്റ്റർ ദാതാവാണ്. എടുക്കണമെങ്കിൽ ഒരു ബാബയിൽ നിന്ന് മാത്രം എടുക്കണം. അഥവാ ആത്മാക്കളിൽ നിന്നും കിട്ടണമെങ്കിൽ ബാബ കൊടുത്തത് തന്നെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വിശാല ഹൃദയമുള്ളവനായി കൊടുക്കണം. ബാബയിൽ നിന്നും സർവശക്തികളുടെ കിരണങ്ങൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മഹാദാതാവായി വിശ്വ ഗ്ലോബിൽ നിന്നുകൊണ്ട് വൈബ്രേഷൻ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശ്വമംഗളകാരി ആത്മാവാണ്. ഞാൻ പരിധിയില്ലാത്തതിൻ്റെ ശുഭഭാവന വയ്ക്കുന്ന ആത്മാവാണ്. ഞാൻ പരിധിയില്ലാത്ത ഭാവനയിലിരിക്കുന്ന ആത്മാവാണ്. ഞാൻ എൻ്റെ എന്ന ഭാവത്തിൻ്റെ സർവപരിധിയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും സ്വതവേ ഞാൻ മുക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പരിധിയില്ലാത്ത മനോവൃത്തിയിലൂടെ, മനോബലത്തിലൂടെ ബാബയുടെ കൂടെ പരംധാമത്തിലിരുന്ന് ഞാൻ പവർഫുൾ മനസാ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മനസാ സേവ തന്നെയാണ് അന്തിമ സേവ. ഇത് പുതിയ ലോകത്തിൻ്റെ അടിത്തറയാണ്. ഞാൻ മാസ്റ്റർ ദാതാവാണ്. മാസ്റ്റർ മഹാസഹയോഗിയാണ്. ബാബയുടെ കയ്യും കൂട്ടിനോടൊപ്പം പുതിയ വർഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. പുതിയ വർഷത്തിൻ്റെ ഓരോ ദിനത്തിനും സകാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാബയുടെ വരദാനി ഹസ്തം സദാ എൻ്റെ ശിരസിലുണ്ട്. സഫലത എൻ്റെ കൂടെ തന്നെയുണ്ട്. എല്ലാം വളരെ നന്നായിട്ട് തന്നെ നടക്കും. ഞാൻ വിശ്വമംഗളകാരിയാണ്. പുതിയ വർഷത്തിൽ കൂടെയുള്ള സംബന്ധികളെ പ്രതിയും വിശ്വത്തിലെ ഓരോ ആത്മാവിനെ പ്രതിയും എൻ്റെ മനസ്സിൽ നിന്നും ശുഭകാമനകൾ ഉണർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓം